ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വളരെ ബോധപൂർവം UDF ഉണ്ടാക്കിയ ചില നാടകങ്ങളാണ്. ഇതൊക്കെ ഞങ്ങൾക്ക് അസലായിട്ട് മനസ്സിലാവും. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കലിൽ പത്തനംതിട്ടയിലും ആലപ്പുഴയിലും BJPക്ക് വിജയസാധ്യതയുണ്ടെന്ന് മനസ്സിലായി. അതിൻ്റെ പേരിൽ UDF നേതൃത്വം നടത്തിയിട്ടുള്ള ചില നീക്കങ്ങളാണ്. നിർഭാഗ്യവശാൽ നിങ്ങളിൽ ചിലരും അതിൽ പങ്കാളികളായി. പച്ചക്കള്ളം പ്രചരിപ്പിക്കുക, പച്ചക്കള്ളം. ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ ഒരു കാര്യം, ഇങ്ങനെയൊക്കെയുള്ള പൊടുന്നനെ ഉണ്ടാവുന്ന വെളിപ്പെടുത്തലുകളൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി ജനങ്ങൾക്കുണ്ട്. 15 വർഷം മുമ്പുള്ള കാര്യം അനിൽ ആന്റണിയുടെ പേര് പറഞ്ഞ ഒരാൾ പിറ്റേ ദിവസം പ്രത്യക്ഷപ്പെടുകയാണ്. 15 വർഷം എവിടെയായിരുന്നു? ആരാണ് ഈ പറയുന്ന ആള്? അതുപോലെ അനിൽ ആന്റണിക്കും ശോഭാ സുരേന്ദ്രനും എല്ലാം എതിരായി വളരെ ആസൂത്രിതമായി, കാരണം ആലപ്പുഴയിൽ ആരുടെ കാലാണ് ഇടറുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എന്നെക്കാളും നന്നായിട്ട് അറിയാലോ, ആരാണ് അവിടെ മത്സരിക്കുന്നതെന്ന്. ഇതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി എല്ലാ ജനങ്ങൾക്കും ഉണ്ട്. അതുകൊണ്ട് BJP അതുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യേണ്ട. ഇത്തരം ആരോപണങ്ങൾ ഒന്നും തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർന്നു വരുന്ന ഒരു ചർച്ചയും ജനങ്ങൾ മുഖവിലേക്കെടുക്കില്ല. ജനങ്ങൾ മോദി ഗ്യാരണ്ടിയിലാണ് വിശ്വാസം. ഇല്ലല്ല, ആ പ്രചരണം ശോഭാ സുരേന്ദ്രൻ അല്ല നടത്തിയത്. ആ പ്രചരണം അനാവശ്യമായ വാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് ഒരു പുകമറ സൃഷ്ടിക്കാനാണ് ശ്രമിച്ചത്. അതൊന്നും ഇവിടെ ആരും അംഗീകരിക്കില്ല. BJP അതിനെ ഗൗരവമായിട്ട് കാണുന്നില്ല. മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളെ ചാർട്ടിട്ട് വിളിക്കാൻ പൈസ കൊടുക്കുക, അങ്ങനെ ഒരു പ്രതീതി ഈ ഒരു ആരോപണത്തോടുകൂടി എവിടെയാണെന്ന് ഞാൻ ചോദിക്കട്ടെ? ആയിരക്കണക്കിന് ആളുകൾ BJPയിൽ ചേരുന്നുണ്ട് ഈ രാജ്യം മുഴുവൻ. കേരളത്തിലും എത്രയോ പേര് ചേർന്നു, ഒരു ജാക്കറ്റ് കൊടുത്തുമില്ല. ഞാൻ പറഞ്ഞു ഓൾറെഡി ആയിട്ട്. ഇല്ല, നിങ്ങളുടെ ഉദ്ദേശം അസലായിട്ട് എനിക്കറിയാം പ്രശാന്ത്. നിങ്ങൾ ഈ പണി തുടങ്ങിയിട്ട്, നിങ്ങൾ മാധ്യമങ്ങൾ ഈ പണി തുടങ്ങിയിട്ട് എപ്പോഴെല്ലാം BJPക്ക് ഒരു എന്തായാലും തെരഞ്ഞെടുപ്പ് വിജയ സാധ്യത വരുമ്പോൾ നിങ്ങൾക്ക് സഹിക്കുന്നില്ല. നിങ്ങൾ ആരുടെ താല്പര്യമാണ് സംരക്ഷിക്കുന്നത്? UDFന്റെ താല്പര്യമാണോ LDFന്റെ താല്പര്യം? അതിവിടെ നിങ്ങളുടെ ഉദ്ദേശം മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ഞാൻ വേറെ ഞാൻ പറഞ്ഞല്ലോ, ഉദ്ദേശം വളരെ വ്യക്തമാണ്. ഈ മാധ്യമങ്ങളുടെ ഉദ്ദേശവും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളുടെ ഉദ്ദേശവും പകൽ പോലെ. Why do we call press conference today? Because we are hearing from channels what has not happened. So instead of you imagining what is happening inside, we are coming and telling what happened inside. That's the only purpose of the press conference, nothing else. Because all channels, many channels, I will not say all channels, many channels were definitive about what is happening, whom I scolded or something like that. I was laughing. Thank you. അങ്ങനെ പറഞ്ഞോ? കൃഷ്ണദാസ് നിങ്ങളോട് പറഞ്ഞോ ബഹിഷ്കരിച്ചാണെന്ന്? അല്ല, നിങ്ങൾ ഈ പറഞ്ഞ ബഹിഷ്കരിച്ചോ എന്ന് കൃഷ്ണദാസോ MT രമേശോ രാധാകൃഷ്ണനോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ പറയുന്ന ജോലിയാണ്. ഈ അനാവശ്യ വാർത്തകൾ നിങ്ങൾ കൊടുക്കരുത്. അവരാരെങ്കിലും പറഞ്ഞോ? നിങ്ങളുടെ ഓഫ് റെക്കോർഡെങ്കിലും പറഞ്ഞോ? എന്തിനാണ് നിങ്ങൾ ഈ പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നത്? എന്തുകൊണ്ട് വരുന്ന എല്ലാ മീറ്റിംഗിനും ആള് വരുമോ? നിങ്ങൾ ഈ പച്ചക്കള്ളം ഉണ്ടല്ലോ മാധ്യമങ്ങളിലെ. അല്ല, in any meeting of 100, even your newspaper or channel conducts everyday meeting, 1 or 2 remain absent. So what is different? Any party meeting, anything, somebody has some urgent work. It is not only 3. There may be 10-15 people who could not come. And after they have taken president's permission. അതല്ലെന്ന് ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഒരാൾ ബോയ്ക്കോട്ട് ചെയ്യുന്ന വാർത്ത കൊടുക്കാൻ നാണുണ്ട്. ഞാൻ ചോദിക്കട്ടെ, എന്താണ് പർപ്പസ്? വാട്ട് ഈസ് ദ ലോജിക്? ഒരാളെ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ബോയ്ക്കോട്ട് ചെയ്യുന്നു പറഞ്ഞാൽ എന്ത്? BJPക്ക് എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? BJP അതുകൊണ്ട് എന്ത്? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, all were campaigning. You have seen 24/7, all were campaigning. Now, anyhow, those who want to publish something negative about, that is the press freedom you have. But we fought for the press freedom, for the true press freedom. During emergency, we were imprisoned for 16 months because of fighting for press freedom. And that press freedom was responsible press freedom.